പ്രൈസ് ദ ലോർഡ്. വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 31-ാം വാക്യം. മദ്യപാനികൾക്ക് ധാരാളം കൂട്ടുകാരുണ്ടാകും. യൗവനകാലത്ത് ആൺകുട്ടികൾ സൗഹൃദത്തിനു വേണ്ടിയും ഒരു രസത്തിനു വേണ്ടിയും ആരംഭിക്കുന്നതാണ് മദ്യപാനം. സ്വന്തം നിയന്ത്രണത്തിലും ബുദ്ധിയിലും ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് നടന്നിരുന്ന ആ വ്യക്തിയെ പിന്നീട് നിയന്ത്രിക്കുന്നത് മദ്യലഹരിയായിരിക്കും. സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രനായി തീരും. സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 1-ാം വാക്യം. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നത് നമ്മളായിരിക്കണം. ഒരു ലഹരിക്കും നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നാം വിട്ടുകൊടുക്കരുത്.